പുനഃസംഘടന ഉണ്ടെന്ന് ആര് പറഞ്ഞു? പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ വരുന്നത്. പുനഃസംഘടനയ്ക്കല്ല, ഇലക്ഷൻ ജയിക്കലാണ് പ്രാധാന്യം. അപ്പോൾ ഇലക്ഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലിടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, മറ്റേ ആനക്കാര്യത്തിനിടയിൽ ചേനക്കാര്യം നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ പുനഃസംഘടന ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിലില്ല. പാർട്ടിയുടെ മുമ്പുള്ള വിഷയം ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. അത് ഉടനെ ഉണ്ടാവും. അത് MLA അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യം എന്താ? നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. അദ്ദേഹം പരിപാടികളൊന്നും വരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതൊരു MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പോൾ അദ്ദേഹം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണം വരട്ടെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം.